ഇതിനെതിരെ ആകെ അതിൻ്റെ ഒക്കെ വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ ആകെ ഒപ്പിട്ടത് ഞാൻ പറയും കേരളത്തിലെ ഈഴവരാതി ദലിത് പിന്നോക്ക ജനത മുസ്ലിം ലീഗ് എന്നുള്ള പ്രസ്ഥാനത്തോട് വിഷയാധിഷ്ഠിതമായി അതിനൊക്കെ അപ്പുറത്ത് കടപ്പെട്ടിരിക്കുന്നു. കാരണം അവർ കുഞ്ഞുമക്കൾക്ക് വേണ്ടി അവരുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി പാർലമെന്റിൽ എതിർത്ത് വോട്ട് ചെയ്ത ഏക പ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. പിന്നെ ഒവൈസിയും മുസ്ലിം ലീഗ് ഇതിനെതിരെ ആദ്യ ഘട്ടത്തിൽ അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയുന്നത് ഇവർ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കിയാണ് എന്നൊക്കെ എന്നിട്ട് ഭയങ്കര അഭിപ്രായമൊക്കെ പെട്ടു. അപ്പോഴേക്കും അവർ പെട്ടെന്ന് ചാപ്പ കുത്തുമല്ല ഇതിനെതിരെ. അപ്പോൾ അതുകൊണ്ട് അവർ നിർത്തി. എന്നാൽ SNDP പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ കൃത്യമായ മുന്നോട്ട് വരുന്നില്ല. സത്യത്തിൽ SNDP ഒക്കെ ഇതിനെതിരെ സഹോദരൻ ഡോക്ടർ പൽപ്പൊക്കെ നയിച്ചിരുന്ന വളരെ കൃത്യമായ രാഷ്ട്രീയമുള്ള കൃത്യമായ പിന്നോക്ക രാഷ്ട്രീയം പുലർത്തിയിരുന്ന സമര സംഘടന കൂടിയായിരുന്നു SNDP. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എനിക്ക് അറിഞ്ഞൂടെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായി മാറിക്കൊണ്ടിരിക്കണമെന്നുള്ള. അതുപോലെ ഇപ്പോൾ ഈ പിണറായി വിജയനെ കുറിച്ച് ഈ മന്ത്രിസഭയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഏകദേശം ഒരു അവസാന ഘട്ടത്തിലാണ് അവർ ഈ ഒരു സാമ്പത്തിക സംവരണം നടപ്പിലാക്കുന്നത്. അത് ആയുധമാക്കി അല്ലെങ്കിൽ അത് പ്രചാരണത്തിലൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ് രണ്ടാം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഈ നാട്ടിലെ ഈഴവൻ്റെയും അല്ലെങ്കിൽ ഈ ദളിതൻ്റെയും ഈ മുസ്ലിം വിഭാഗത്തിൻ്റെയൊക്കെ വോട്ട് കിട്ടിയിട്ട് തന്നെയാണ് രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. അപ്പോൾ ഈ സിനിമ എടുക്കുന്ന സമയത്ത് പ്രശാന്ത് ഏട്ടൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ പിന്നെ മനസ്സിലായി CPIയിലും CPM-യിലൊക്കെ ഉൾപ്പെടെ ഒരുപാട് പേർക്ക് ഇതിനകത്ത് അമർഷമുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മേളനങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തുടർച്ചയായിട്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് പ്രശ്നം പലരും മനസ്സിലാക്കിയിരുന്നില്ല. പിന്നെ MBBS-നും ഇത് +2 തുടങ്ങി LLB തുടങ്ങിയൊക്കെ മക്കൾക്ക് സീറ്റ് കിട്ടാതെ വരുന്നു. ഇതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടല്ലോ. അതിനൊപ്പം തന്നെ ഞാൻ പറയാൻ പറ്റുന്ന കാര്യം പറയാം. അതായത് മുസ്ലിം ലീഗ് ഒരു സമയത്ത് 5ാം മന്ത്രിസ്ഥാനം ചോദിച്ചിരുന്നു. അപ്പോൾ സാമുദായികമായിട്ട് അവർക്ക് അതിനുള്ള പ്രാതിനിധ്യം അർഹത ഉണ്ട്, അത് കിട്ടേണ്ടതാണ്. അന്ന് ഇവിടെ CPM-ഉം CPI കൃത്യമായിട്ട് പറഞ്ഞു, BJP ഒക്കെ രണ്ടുപേരും ഒരുപോലെ പറഞ്ഞ് ഇത് എന്താണ് സാമുദായിക പ്രീണനമാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വലിയ സംസാരിച്ചിരുന്നു. BJP-യുടെയും ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം ഒരുപോലെ ഇരുന്ന്. എന്നാൽ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ 11 മന്ത്രിമാരോളം ഒരു നായർ സമുദായമാണ്. അപ്പം ഒന്നും ഒരു സാമുദായിക പ്രീണനമില്ല. ഈ കമ്മ്യൂണിസ്റ്റുമായിട്ട് CPM പാർട്ടികൾക്ക് വേണ്ടി ഇവിടെ ചാവാൻ, കൊല്ലാൻ, മരിക്കാൻ എല്ലായിടത്തും നടക്കുന്നവർ ഏത് സമുദായങ്ങളാണെന്നൊരു സെൻസസ് നടത്താം. സെൻസസ് ഒന്നും നടത്തണ്ട. 6 മാസമായ പ്രായ കുഞ്ഞിനെ മീറ്റിംഗ് ഗുലാബ് സിന്ദാബാദ് അത് വിളിച്ചു കിടക്കുന്ന എത്ര അമ്മമാരെ നമുക്ക് കാണാമെന്നറിയോ. ആ ജനതയെ ഉപയോഗിച്ച് തന്നെ ആ ജനതയെ വഞ്ചിക്കുന്ന അവസ്ഥയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത്. ഇത് ക്രൂരതൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ അപ്പുറത്ത് പുതിയ വാക്ക് കണ്ടെത്തേണ്ട അവസ്ഥയാണ്. നമ്മൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോഴത്തെ നമ്മുടെ ടൈറ്റിൽ ഒരു ജാതി പിള്ളേർ ഇഷ്ടമാണ്. ശരിക്കും വ്യക്തമായ രാഷ്ട്രീയം പറയണം എന്നുള്ള ഒരു ചിന്താഗതി മനസ്സിലുണ്ടായിരുന്നു. അപ്പം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമകാലിക വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളത് സിനിമ എടുക്കുമ്പോൾ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചൊരു വിഷയമായിരുന്നു. അതെ നേരത്തെ തീരുമാനിച്ചിരുന്നത്. അതായത് ഈ പേര് ഈ ആദ്യത്തെ പേര് ചോക്കുജീവൻ മന്നപ്പലേൻ വൃത്തിപ്രവാദിക്കാക്കി എന്നുള്ള പേര് സിനിമയ്ക്ക് ആപ്റ്റായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് പേര് പറഞ്ഞു കറക്റ്റ് അടിക്ക് എങ്ങനെയാണ് കേരളീയ സമൂഹം പലതിലും കാണുന്നത് എന്നൊക്കെയുള്ള ഒറ്റയടിക്ക് കിട്ടും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്താനും ഒരു ഇട ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ക്രൗഡ് ഫണ്ടിങ് കൊണ്ടാണല്ലോ നമ്മൾ പൂർത്തീകരിച്ചത്. അപ്പോൾ പൈസ ഇല്ലാത്ത ഘട്ടങ്ങളിലെത്തി. അപ്പോൾ നമുക്ക് സെൻസറൊക്കെ പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പേര് മാറ്റം നല്ലതാണെന്ന് തോന്നി. അങ്ങനെ ഒരു ചർച്ച വന്ന് പിന്നെ കുറച്ചുകൂടി സ്വീകാര്യത എല്ലാവരും പറഞ്ഞ സ്വീകാര്യത ചിലപ്പോൾ കിട്ടാം. നമുക്ക് ഈ കൃത്യമായ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് മാത്രമാണ് ഈ പേര് എന്തുകൊണ്ടായിരിക്കും അർത്ഥമാക്കിയെന്ന് മനസ്സിലാവുള്ളൂ. അതിപ്പോൾ എൻ്റെ ബന്ധുക്കളെ കുറേ പേര് പറയും എന്ത് പേരിട്ടേക്കണത്. അപ്പോൾ അവർ സാധാരണക്കാരാണ്, അവർക്കിത് മനസ്സിലാവില്ല. പക്ഷേ കൃത്യമായ ഈ പറയുന്ന ഒരു പിന്നോക്ക ദലിത് അങ്ങനത്തെ ഒരു അവർണപക്ഷ രാഷ്ട്രീയം കീഴാള രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന അഡ്രസ്സ് ചെയ്യുന്നൊരു കൃത്യമായി മനസ്സിലായി കറക്റ്റ് പേരിട്ടത്. കോളേജ് അധ്യാപകർ അങ്ങനെ അർത്ഥത്തിലുള്ള കുറേ മാഷുമാരൊക്കെ എന്നോട് പറഞ്ഞ് കറക്റ്റാണ് കലക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.